ഗായത്രി ചേച്ചിയുടെ ഹസ്ബൻഡ് നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞല്ലോ, അതെങ്ങനെ പാടുവോ? പാടില്ല, പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്. പാട്ട് കേൾക്കാൻ ഗായത്രി ചേച്ചി കൊണ്ട് എപ്പോഴും പാടിക്കാറുണ്ടോ? അങ്ങനെ ഞാൻ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യും. അപ്പം അത് എന്തായാലും എല്ലാവർക്കും എവറിബഡി ആർ വെൽക്കം ടു ഹിയർ. ഗായത്രി ചേച്ചി പാടിയതിൽ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഹസ്ബൻഡ് ഏതാണ് ഇഷ്ടം? ഹസ്ബൻഡ് ഞാൻ പാടിയതിൽ വെച്ചിട്ട് ചാഞ്ചാടി ആടി എന്നുള്ള പാട്ടാണ് ഇഷ്ടം. എനിക്ക് വേണേൽ പാടൊന്ന് പാടുമോ? ചേച്ചി ആദ്യമേ പാടിയ പാട്ട് ഏതാണ്? ഫിലിം ഫീൽഡിൽ ആദ്യമായിട്ട് പാടിയത് ഏതാ? ദീനദയാലോ രാമ എന്നുള്ള പാട്ടാണ്. അരയന്നങ്ങളുടെ വീട്ടിൽ ഒരുവിധം എല്ലാവരും എന്താ പറയുക, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പാട്ടാണത്. ഹിന്ദുസ്ഥാനി സ്റ്റൈലിലുള്ള, എനിക്ക് പറ്റിയ സ്റ്റൈലിലുള്ള പാട്ടായിരുന്നു. യേശുദാസ് സാറിൻ്റെ ഒപ്പമുള്ള ഡുവറ്റ്. കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് ചേച്ചിക്കായിരുന്നല്ലോ, പാട്ടിനെ കുറിച്ചൊന്ന് പറയാം ചേച്ചി. അതും എന്താ പറയുക, ഒരു ഭക്തി ഉള്ള പാട്ടാണ്. കൃഷ്ണൻ്റെ പാട്ടാണ്. എൻ്റെ നീ കണ്ണ. സസ്നേഹം സുമിത്ര എന്നുള്ള സിനിമയിലെ പാട്ടായിരുന്നു. ഔസേപ്പച്ചൻ സാറായിരുന്നു അതിൻ്റെ മ്യൂസിക്, ഷിബു ചക്രവർത്തി സാറ് ലിറിക്സ്. അപ്പം അത് എന്താ പറയുക, അത് പാടുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, നല്ല പാടാൻ നല്ല സുഖമുള്ള ഒരു ഭക്തിഗാനമായിരുന്നു. അതിനായിരുന്നു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആ ചേച്ചി ആ പാട്ട് ഒന്നുകൂടെ മോളാവോ? എനിക്കെന്തേ തന്നില്ല കൃഷ്ണ തുളസിക്കതിരായി ജന്മം. എന്തേ നീ കണ്ണ എനിക്കെന്തേ തന്നില്ല കൃഷ്ണ തുളസിക്കതിരായി ജന്മം. എന്തേ നീ കൃഷ്ണ 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 തുളസിക്കതിരായി ജന്മം.
ചേച്ചിക്ക് ഒത്തിരി ഒരു അവാർഡ് കിട്ടട്ടെ എന്നും ഭാവിയിൽ ഒരു വലിയ ഗായികയായി തീരട്ടെ എന്നും ഞങ്ങൾ ആശംസിക്കുന്നു. ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നതായിരുന്നു. എനിക്കും വളരെയധികം സന്തോഷം. ഇത്ര നല്ല ആൾക്കാരുടെ ഒപ്പം നല്ലൊരു രസകരമായൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വേദിയിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ എല്ലാവരോടും നന്ദി അറിയിച്ചുകൊള്ളുന്നു.